ഹായ് ഹലോ അച്ചൂസ് വ്ലോഗ്സ് ആൻഡ് ഹെൽത്തി ടിപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്ന ഒരു സംഭവമായിട്ടാണ്. നിങ്ങൾ ഈ ചെടി കണ്ടിട്ടുണ്ടോ? ഇത് ഇതിന്റെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊടികളിലും പറമ്പുകളിലും ഒക്കെ ഇഷ്ടം പോലെ ഇത് പറ്റിപ്പിടിച്ച് നിൽക്കാറുണ്ട് ഈ ചെടി. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ചെറിയ കുഞ്ഞു പൂക്കളാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ചെറിയ ഒരു ചെറിയ തരം കായ്കളാണ് ഇതിലുള്ളത്. ഇതിന്റെ കാണിച്ചു തരാം. ഇതിന്റെ കായ് ഇത് വളരെ വളരെ കുഞ്ഞായിട്ടുള്ള ഒരു കായാണിത്. കണ്ടോ, വളരെ കുഞ്ഞു കായാണിത്. ഇതിന്റെ ഈ ചുവന്ന കായ്കൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, പലരും തെറ്റിദ്ധരിക്കാറുള്ള ഒരു കാര്യമാണ് ഇത് മണിത്തക്കാളി എന്ന് പറഞ്ഞ് പലരും ഇതിനെ ഉപയോഗിക്കാറുണ്ട്. ഇത് ശരിക്കും മണിത്തക്കാളി അല്ല. ഇതാരും മണിത്തക്കാളി എന്ന് തെറ്റിദ്ധരിച്ച് എടുത്തുകൊണ്ട് പോയി ഉപയോഗിക്കരുത്. ഇതിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് രക്തനെല്ലി എന്നാണ് ഇതിന്റെ പേര്. ഇത് വന്നിട്ട് പലരും പറയുന്നത് ഇത് മണിത്തക്കാളി എന്ന് പറഞ്ഞിട്ടാണ് ഇത് എടുത്തോണ്ട് പോകുന്നത്. ശരിക്കും മണിത്തക്കാളി ഈ കായില്ലേ, ഈ കായ്കള് ശരിക്കും ഇത് വന്നിട്ട് പഴുക്കുമ്പോൾ നല്ല ചുവപ്പ് കളറാവും, നല്ല ചുവന്ന കളറാവുമ്പോൾ ഇച്ചിരി കൂടി വലുതാവും കേട്ടോ. ഇതിപ്പോ ചെറുതാണ്. ഇത് പഴുക്കുമ്പോൾ ഇച്ചിരി കൂടി വലുതാകും. അപ്പോൾ ഈ കായ്കൾ ഭക്ഷ്യയോഗ്യമൊന്നും, അതായത് കണ്ടോ, അതിലൊരു ചെറിയ വ്യത്യാസമേ വന്നിട്ടുള്ളൂ. ചുവപ്പ് കളർ ആയിട്ടില്ല, പഴുത്തിട്ടില്ല. ഇത് നല്ലതുപോലെ പഴുക്കുമ്പോൾ ഇത് നല്ല ഭംഗിയാണ് ഇതിൽ നിൽക്കുമ്പോൾ. അതായത് ഇതിലെല്ലാം ഈ കായ്കളെല്ലാം നല്ല ചുവപ്പ് കളറായിട്ട് പഴുത്തിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ ഇതിനെ കണ്ടിട്ടാണ് പലരും മണിത്തക്കാളി എന്ന് പറഞ്ഞ് പറിച്ചിട്ട് പോകുന്നത്. ഇത് ശരിക്കും മണിത്തക്കാളിയല്ല, ഇതിന്റെ പേര് രക്തനെല്ലി. ഈ മണിത്തക്കാളി എന്ന് പറയുന്ന സസ്യം, അതിന്റെ ഇല ഏതാണ്ട് ഇതുപോലത്തേക്കാണ്. പക്ഷേ മണിത്തക്കാളി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കറുത്ത കളർ, അതായത് ഒരു ബ്രൗൺ കളർ ആയിട്ട് ഇരിക്കും. അതാണ് മണിത്തക്കാളി. അത് ഇച്ചിരി കൂടി വലിപ്പമുണ്ട്. ഈ കായ്കളെക്കാളും കുറച്ചുകൂടി വലിപ്പം ഉള്ളതാണ് മണിത്തക്കാളി എന്ന് പറയുന്നത്. ഇത് ഭക്ഷ്യയോഗ്യമല്ല, ഇത് വിഷമാണ്. ഇത് കഴിക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.